തുടക്കം തന്നെ കുറച്ച് പൂക്കളിൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ കുറച്ച് നല്ല പൂക്കൾ കാണിച്ചത്. അപ്പം വീട്ടിൻ്റെ മുറ്റത്തുണ്ടായ കുറച്ച് പൂക്കൾ മാത്രമാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ പൂച്ച. അപ്പം ഞാൻ ഈ പൂവിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് പൂച്ചയാണ് വന്നിരുന്നേരം പൂച്ചേനെയും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച്. നമ്മളെ വീഡിയോയിൽ ഇതെല്ലാം ഉണ്ടാവും. കുറച്ച് ചെടികൾ, പൂക്കൾ, പൂച്ച, ഇങ്ങനെയല്ലേ നമ്മളെ വീഡിയോയിൽ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാ ദേവുവിൻ്റെയാണ്. അപ്പോൾ ദേവ് കുറച്ച് നേരം പറയും. ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വട്ടിയന്തോട്ടിൽ കണ്ടിട്ടില്ല, ഞാനും അമ്മയും കൂടി കാന്താരി കോവക്കയെല്ലാം മുറിക്കുന്നത്. അപ്പൊ പൊടിക്കുന്നതല്ല പറിക്കുന്നത്, അത് നമ്മളിന്ന് വറവാക്കുന്നത്. ഞാൻ 2-3 ഞാൻ മുറിച്ചു. ഇനി കൈ കളയണ്ട, ഇങ്ങോട്ട് കൊണ്ടാ. നമ്മൾക്ക് മുറിക്കാൻ നല്ല ഇഷ്ടമാണ്. ഒറ്റൊന്നും കൂടെ മുറിച്ചിട്ട് ഇതും കൂടി മുറിച്ചിട്ട് കൈ മുറിയോ? ബാക്കി ഫുള്ള് ഞാനായിരിക്കും. അപ്പൊ ഒറ്റൊന്നുമില്ല അമ്മ. സ്കൂളിൽ പോകാണ്ട് മടി പിടിച്ചിരിക്കുന്നതാണ്. ഇന്ന് നമുക്ക് ടൂർ പോകണം. ക്ലാസ്സിൽ എല്ലാവരും ടൂർ പോകുന്ന, അവിടെ ഇന്ന് ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ലീവ് ആക്കിയിട്ട് ഇടുന്ന് എന്നെ ഒരു പണി എടുക്കാൻ വിടാണ്ട്. ഇതൊക്കെ കുഞ്ഞി കോവക്ക ഞാൻ വിചാരിച്ചു കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ മുറിച്ച് നോക്കുമ്പോൾ അരിഞ്ഞിട്ട് നോക്കുമ്പോൾ കുറേ ഉണ്ട്. നല്ല വണ്ണമുള്ള കോവയ്ക്ക, പക്ഷെ എങ്കില് അങ്ങനെ മൂത്ത് പോയിട്ടില്ല. നല്ല അടിപൊളി കോവക്ക എല്ലാം ഞാൻ മുറിച്ചിട്ടേ. പിന്നെ മുറിച്ചിട്ടേ കൊറേ മുറിച്ചിട്ടേരെ വേഗം വന്ന് വീഡിയോ ഓടാൻ. കൈ മോശമെടുക്കും. പക്ഷെ കൈ വേഗം കഴുകിയില്ലെങ്കിൽ അതാദ്യം കണ്ണു തുടച്ചിട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് എടുക്കണ്ട. പറയുന്ന കേക്ക് കൈകൊണ്ട് എടുക്കല, കൈ മോശമെടുക്കും. ഇനി വറവാക്ക സഹായിക്കണ്ട. അപ്പോൾ ദേവുട്ടീൻ്റെ പണികളെല്ലാം കണ്ടിട്ടില്ലേ. നമ്മൾ അന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കോവക്ക അത് മുറിച്ചിടുന്നതിനും വറവാക്ക. ഞാൻ മുറിച്ചിടുന്ന സമയത്ത് അമ്മ ഞാൻ മുറിക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം ഓടി വന്നതാണ്. അപ്പോൾ മുറിക്കാനെല്ലാം എന്തെങ്കിലും പച്ചക്കറികൾ മുറിച്ചിടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ കയ്യും അതിനനുസരിച്ച് മുറിയുന്നേ ഉള്ളൂ. പണ്ട് നമ്മളെ വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിന് ഇവൾ പോയ ആ സമയം ഞാൻ കുറച്ച് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലേനാ ഇവൾ ചെയ്യുന്നതിൻ്റെ എല്ലാം. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഉരുളക്കിഴങ്ങ് മുറിച്ചതാണ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസൈൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരെ വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്തോളെ. കൈ വിരലപ്പുറത്തുള്ളതൊന്നും അവൾ നോക്കുന്നില്ല. കത്തി നേരെ പിടിച്ച് 2 വലി അങ്ങനെ കൈ മുറിഞ്ഞിട്ടെല്ലാം ഭയങ്കര ഇതായിപ്പോയിനും. പിന്നെ ഇത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടേനും. അപ്പോൾ അതാണ് ഓളെ കയ്യിൽ കത്തി കൊടുത്താലുള്ള പ്രശ്നം. അതുകൊണ്ട് ഞാൻ മുറിക്കാൻ വിട്ടില്ല. കുറച്ച് സമയം മുറിച്ച് അപ്പാടേക്ക് വാങ്ങി. അപ്പോൾ നമ്മളന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ കോവക്ക ഒന്ന് വറവാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് വറവാക്കി കൊണ്ടിരിക്കുന്നത്. അടുക്കള പണിക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ ഇതന്നെ പിന്നെ ഒന്നും തന്നെ ചെയ്യാൻ വിടില്ല. ഓളെന്നെ മുന്നിൽ നിൽക്കണം. അപ്പോൾ അതങ്ങനെ തേച്ച് നോക്കി വിട്ടു കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ വറവാക്കിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോരോ പണികളെല്ലാം ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാൻ പറ്റുന്ന പണികളെല്ലാം കൊടുക്കുന്നുണ്ട്. അത് പൊട്ടിച്ച് വെക്കണം. പിടിച്ചിട്ട് വലിക്കണമെങ്കിൽ കുപ്പി ഇറക്കിങ്ങ് വരും. പിടിച്ച് കൈകൊണ്ട് പിടിച്ച് വെക്ക്. ആടുന്ന കുട്ടി ഒന്ന് അമർത്തി വലിക്ക് ദേവു. പൊട്ടി കയ്യും വിടണേ. പൊട്ടി തീർന്നാലിടാവൂ. പൊട്ടി കഴിഞ്ഞിട്ടാണ് ഇടാം. അത് മീൻകറിയാണേ. നമുക്കിന്ന് കിളിമീനാണ്. കിളിമീനായിട്ടീന് കേട്ടോ. കിളിമീൻ നമ്മുടെ ഏരിയയിലും പെയ്യാത്താന്ന് അറിയാം. നീ ഇടണ്ട, ഞാൻ വേണ്ട കൈ കൊള്ളറേ. ആ തേങ്ങയെല്ലാം തുടച്ച് ഇങ്ങോട്ട് തട്ടിയില്ല. ആ കുപ്പിയൊക്കെ നേരെ വെച്ചാൽ പഞ്ഞ കറിയൊക്കെ വെച്ച് വെക്കേണ്ടതാണ്. അത് കിടക്കല്ലേ. ഞാൻ ഉള്ളിയൊന്നും ഇട്ടില്ല കേട്ടോ. വെറുതെ തേങ്ങ മാത്രം വെറുതെ നൈസായിട്ടങ്ങ് അരിഞ്ഞില്ല. അത്രയല്ലേ ഉള്ളി. ഉള്ളി ഇടാത്തോണ്ട് തന്നെ നമുക്ക് നല്ലോണം തിന്നാൻ. അപ്പോൾ ഞാൻ കോവക്ക വറവിന് ഉള്ളി ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ വെറും തേങ്ങയും പച്ചമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പും. പിന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഇവളധികം തിന്നില്ല. അതിൻ്റെ അകത്ത് തിരഞ്ഞ് പിടിച്ചിട്ട് ഉള്ളി എടുത്ത് കളയും. അത് തേച്ചും തിന്നാൻ പറഞ്ഞു കഴിഞ്ഞാൽ തിന്നില്ല. ഉള്ളി കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവള് തിന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉള്ളി ഇടായിന്. പിന്നെ ഞാൻ അവിടെ നിന്ന് വറവാക്കി ആ സമയം കൊണ്ട് ഓളെന്ത് ചെയ്ത് ക്യാരറ്റ് എടുത്തിട്ട് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും കൂടെ കൂട്ടിയിട്ട്
തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കുക്കുംബറെല്ലാം തിന്നൂലേ അതുപോലെ ക്യാരറ്റിന് തിന്നിട്ടെന്തോ കുറച്ച് മാത്രമേ തിന്നിട്ടുള്ളൂ എന്തോ അങ്ങനെ അവർ സാധാരണ ഈ മാങ്ങയ്ക്ക് ചെയ്യും ഇതേപോലെ ഉപ്പും മുളക് പൊടിയും കൂടിയെല്ലാം ഇട്ടിട്ട് അതുപോലെ എന്തെന്ന് കണ്ടാലും ഇപ്പോൾ ഉപ്പും കുരുമുളകും കൂട്ടിയിട്ട് തിന്നില്ല അങ്ങനെ ക്യാരറ്റും തിന്നാൻ നോക്കി വലിയ ടേസ്റ്റ് ഒന്നുമില്ല എന്നിട്ട് കുറച്ച് തിന്നിട്ട് അവിടെ വെച്ചിട്ട് പോയി. അപ്പോൾ അതാണ് ദേവൂട്ടിനെ അടുക്കളയിൽ കയറ്റാനുള്ള പ്രശ്നം. ഉപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ക്യാരറ്റിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളിതാ ക്യാരറ്റ് ഉപ്പും മുളകും ഇട്ടത് ആയിട്ടുണ്ട്. നമുക്കൊരു പീസ് കഴിച്ചു നോക്കാം. നല്ല സൂപ്പർ. അപ്പോൾ ഗൈസ് ഇതായിട്ടുണ്ട്, നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഉപ്പും മുളകെല്ലാം കൂട്ടി ക്യാരറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഓള് തിന്നിട്ടൊന്നുമില്ല കേട്ടോ. 2-3 കഷ്ണം തിന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല അവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളൊന്ന് കാർണിവലെല്ലാം കാണാൻ പോയിന്നേനുവേ. ഒന്ന് കൂത്തുപറമ്പ് കാർണിവലുണ്ടേനു. അന്നേ പോണം എന്ന് ഇവർ കുറേ ആയി വാശി പിടിച്ച് പറയുന്നതാണേ. അപ്പോൾ നമ്മളന്ന് വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് കണ്ടത്. അപ്പം ഞാൻ ആ വീഡിയോയും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ വീഡിയോ. നമ്മൾ പോയി വരുന്ന അന്ന് ആടൻ തൊട്ട് തുടങ്ങിയത്, വീട്ടിൽ നിന്ന് വിട്ടേരം തൊട്ട് തുടങ്ങി വെച്ചാൽ കാർണിവല് കൂത്തുപറമ്പിറങ്ങണേ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കൂത്തുപറമ്പേക്ക് പോകുന്നതാണ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് പോകാമെന്നൊന്നും പറഞ്ഞിട്ട് ഇവർ ഒരു രക്ഷയില്ല, ഇപ്പം തന്നെ പോകണം, പിന്നെ അച്ഛൻ പോകില്ല എന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ കാർണിവൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. വൈകുന്നേരം ആകുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഇരുടെല്ലാം ആയിക്കഴിഞ്ഞ് ഒരു രാത്രിയെല്ലാം ആയാലും ശരിക്കും ഇത് കാണാൻ ഭംഗിയുള്ളൂ. ഈ വൈകുന്നേരം ഈ സമയത്തൊന്നും പോയിട്ടുണ്ടെങ്കിൽ അത്ര ഒരു കാണാനൊരു ഭംഗിയില്ല, ലൈറ്റും വെളിച്ചം എല്ലാം വേണ്ടേ, എന്നല്ല കാണാൻ രസമുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാവും. ടൗണിൽ നിന്ന് രണ്ടാളെ സന്തോഷത്തിന് കാരണം എന്നാ അങ്ങനെ തൊട്ടേ അച്ഛനെ സോപ്പിട്ട് വരുന്ന കാർണിവല് കാണാം. അതിൻ്റെ സന്തോഷമാണ്. അമ്പാടിയുടെ ഡാൻസ്, ദേവുവിൻ്റെ തുള്ളല്, ആകാശത്തോട്ടില് ആകാശത്തോട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ ആയിരിക്കും. അപ്പോൾ അതാണ് അവർ ടിക്കറ്റ് എടുക്കാന്നുള്ളത്. ഇവിടെ മ്യൂസിക് ഉണ്ട്, അതുകൊണ്ട് ഞാനത് സൗണ്ട് മ്യൂട്ടാക്കിയിട്ടാണ് ഉള്ളത്. കോപ്പിറൈറ്റ് വരും അതുകൊണ്ട്. അപ്പോൾ അവിടെ നല്ല നമ്മളെന്താ പഞ്ചാരണത്തത്തേൻ്റെ ഫോട്ടോ ഉണ്ട്. രണ്ടാളും അവിടെ നിന്നിട്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ഓരോ പോസ് നിൽക്കലാണ്. ഒരുപാട് പൂക്കളെല്ലാം കണ്ടേരം ദേവൂട്ടി അവിടെ ഇരുന്നിട്ടൊരു ഫോട്ടോ എല്ലാം എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ആ ചെടീൻ്റെ എല്ലാം ഇരുന്നതാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് നമ്മൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് പിന്നെ നമ്മൾ കൂടുതലും നമുക്ക് എന്നാ നല്ലൊരു ഇതായി തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാണാൻ പോകുമ്പോൾ എല്ലാം പക്ഷികൾ പിന്നെ എല്ലാം കൂട്ടിൻ്റെ ഉള്ളിലായിരിക്കില്ലേ ഉണ്ടാവുക. പക്ഷേ ഇവിടെ നമ്മളിങ്ങനെ നമ്മളെ കൈ തൊട്ടടുത്തേ കൂടെ പറന്ന് നടക്കുന്നത് നമ്മളാ തൊട്ടടുത്ത് നമുക്ക് കൈ തൊടാത്ര അടുത്ത് പക്ഷികളും പലതരം നല്ല രസമുണ്ട്. നല്ല ചെറിയ ചെറിയ പക്ഷികൾ അങ്ങനെയെല്ലാം ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടേനും അവൻ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടേനും. ഇതാ ഈ ചില പക്ഷികൾ ഇതേപോലെ കൂട്ടിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് എന്തെങ്കിലും ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അതിന്. അല്ലാതെ ഇതുണ്ടാകും ആ പക്ഷികൾ, പ്രാവുകൾ, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ പക്ഷികൾ, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ കിളികൾ, ഇതെല്ലാം ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടേനെ. അപ്പം കാണാൻ തന്നെ നല്ല കുറേ ഉണ്ട് കാണാൻ, നല്ല ഭംഗിയുള്ളൊരു കാഴ്ച. ആടെ നിന്നിറങ്ങിയിട്ട് പിന്നെ നമ്മൾ വന്നത് ഇവരെ കയറ്റാൻ പറ്റാത്ത സ്ഥലത്താണ്. മുട്ടായികളെ ഒരു കലവറ തന്നെ ഉണ്ടായിരുന്നു അവിടെ. എന്ന് വെച്ചാൽ നമ്മളെ പഴയ കാലത്തിലേക്ക് നമ്മൾ പോകുന്ന
ആ ഓർമ്മകളിലേക്ക് പോകുന്നത് നമ്മളെ പിന്നെ എന്താ കടല മുട്ടായി, നാരങ്ങ മുട്ടായി, മറ്റേ പഞ്ഞി മുട്ടായി, ജീരക മുട്ടായി, പിന്നെ എന്താ അങ്ങനെ പല എൻ്റെ ഈ തേങ്ങേൻ്റെ മുട്ടായില്ലേ, എന്നൊരു പല്ലിലൊട്ടുന്ന മുട്ടായി, ഇത് കടല മുട്ടായില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കടലയല്ലേ, ഇതിപ്പോൾ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ മറ്റേ പുളിമുട്ടായി, ഇഞ്ചി മുട്ടായി, അങ്ങനെ പലതരം മുട്ടായികൾ, നമ്മളെ കടിച്ചാൽ പൊട്ടാത്ത മുട്ടായില്ലേ, അങ്ങനെ ഇവരൊരു കുറച്ച് ഈ ജെല്ലിൻ്റെയും പിന്നെ മറ്റേ സിഗരറ്റ് മുട്ടായി അങ്ങനത്തെ അതെല്ലാം കുറച്ച് ഇവർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നാരങ്ങ മുട്ടായെല്ലാം കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് പണ്ടത്തെ ആ ഒരു ഇതിലേക്ക് പോകുന്നത്. അതല്ല ഇപ്പം നാരങ്ങ മുട്ടായാലും ഇപ്പോൾ എവിടെ നോക്കിയാലും കിട്ടുന്നുണ്ട്. പക്ഷെ എന്തായാലും കുറേ നമുക്ക് ഇടയിൽ നിന്ന് കിട്ടാത്ത സൈസ് കുറേ മുട്ടായികളുണ്ടേനെ. അപ്പോൾ അതെല്ലാം കുറച്ച് ഇവർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവർ വാങ്ങിയ മുട്ടായികൾ കേട്ടോ. കുറേ എന്തെല്ലോ വാങ്ങിയിട്ടുണ്ട്, ഇതിൻ്റെ പേരൊന്നും കിട്ടുന്നില്ല. പിന്നെ അതുപോലെ കുറേ വിത്തുകൾ ഉണ്ടായിരുന്നു. ഞാൻ കുറേ വിത്തുകൾ അല്ലെങ്കിൽ നോക്കി ചീര വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ചുവപ്പ് ചീരേൻ്റെ ഒരു വിത്ത് വാങ്ങി. പിന്നെ ഈ ചെടികളെല്ലാം വാങ്ങിയിട്ടും വലിയ കാര്യമില്ലല്ലോ, എനിക്ക് മുറ്റത്ത് നടാൻ സൗകര്യം കുറവല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ ചെടികൾ അങ്ങനെ വാങ്ങിയില്ല. പിന്നെ നമ്മൾ സോപ്പ് വാങ്ങി കേട്ടോ. നല്ല രസമില്ലേ കാണാൻ, നല്ല അലുവ കഷ്ണം പോലെ തോന്നില്ലേ, ഒറ്റ നോട്ടത്തിൽ അലുവ തന്നെയല്ലേ. അങ്ങനെ എല്ലാം കുറേ കണ്ട് നടന്ന് പിന്നെ അമ്പാടി അത് മുടി ഇടാൻ വേണ്ടിയിട്ട് ഒരു ചീർപ്പാന്ന് കാണിച്ചു തരുന്നത്. പക്ഷേങ്കിൽ ആദ്യം വാങ്ങാമെന്ന് വെച്ച് പിന്നെ വാങ്ങിയിട്ടില്ല കേട്ടോ അത്. പിന്നെ പിന്നെ ദേവൂട്ടീൻ്റെ സെക്ഷനേനു മാല, വള, അയ്യോ എന്നാ എടുക്കണ്ടേന്ന് തിരിയുന്നില്ല. അപ്പോൾ ദേവൂട്ടി അവിടെ നിന്ന് ഒരു വളയെടുത്ത്, പിന്നെ മാല, വളയും മാലയും അങ്ങനെ കുറച്ച് സാധനങ്ങളെടുത്ത്. അപ്പോൾ ഈ വളയെല്ലാം കാണുന്നത്, പക്ഷേ ആ വള എത്ര ഇട്ടില്ല, അത് ആ മേലെയില്ലേ ആ വെള്ള കല്ല് വെച്ച് അതാണ് ദേവൂട്ടി എടുത്തത്. എൻ്റെ അമ്പാടി പൈസ കളിക്കൊണ്ടാ അങ്ങനെ നമ്മള് കുറെ ഗെയിമിലേക്ക് പോയി കേട്ടോ. അവിടുന്ന് കുറെ ആ റിങ് എറിഞ്ഞ് നോക്കുമ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടില്ല. കുറെ ഒരു ബൂസ്റ്റിൽ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നിന്ന് ലാസ്റ്റ് അത് ആവില്ല എന്ന് പറഞ്ഞത്. അതായത് ഫുൾ കവർ ആയിട്ടില്ലേനെ, ഒരു സൈഡ് കുറച്ചും കൂടെ അതിൽ ആ റിങ്ങിൻ്റെ ഉള്ളിൽ വരാണ്ടേനും. അപ്പോൾ അത് പോയി കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ബോൾസ് എറിയില്ല, അത് 18 മേലെ വേണം. അതായത് ആ നമ്പേഴ്സ് കൂട്ടുമ്പോൾ 18 മേലെ ഉണ്ടെങ്കിൽ ആടെ കുറേ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്, അതിൽ ആ നമ്പർ വരുന്ന ഗിഫ്റ്റ് നമുക്ക് കിട്ടും. പക്ഷേ എങ്കിൽ നമുക്ക് 13, 11 വരെ അങ്ങനെ വന്ന്, അപ്പോൾ അതും പോയി കിട്ടി. അങ്ങനെയാണ് നമ്മൾ പിന്നെയും നടന്ന് പിന്നെ ഇവരെ ഗെയിം കളി. അപ്പോൾ ആട്ടുതൊട്ടിൽ, ആകാശത്തൊട്ടിലില്ലേ, അതാണ് ഇവരെ ലക്ഷ്യം. പക്ഷേ അപ്പോൾ അതിലേക്ക് ആളുകൾ അധികം ആയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളവിടെ വെയിറ്റ് ചെയ്യലേനും. അപ്പോൾ ഇവർ വാങ്ങിയ മുട്ടായി എല്ലാം എടുത്ത് പൊളിക്കലാന്ന്. ഇത് ദേവുവിൻ്റെ ഈ മുട്ടായി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേയില്ല, ജെല്ലി മുട്ടായി അങ്ങനെ എന്തോന്ന്, അത് ഒരു ടേസ്റ്റും ഇല്ല, വെറുതെ വാങ്ങി. അപ്പോൾ ആകാശത്തൊട്ടിൽ കയറാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കലാന്നേ ഇവരെ. പക്ഷേങ്കിൽ അത് സ്റ്റാർട്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കൂടെ നോക്കട്ടെ, ആളുകൾ വരുമോ എങ്കിൽ അത് നോക്കിയിട്ട് കയറാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ കുട്ടികൾ ഇങ്ങനെ കയറി തുള്ളുന്ന ഒരു സംഭവമില്ലേ, അതാണ് അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ കുറേ നേരം വീഡിയോ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നത്, ഇതൊന്ന് വേഗം പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ നോക്കിയത്. പക്ഷേ അത് മെല്ലെ ആകുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം അവിടെ നോക്കി നിന്ന് കുറച്ച് സമയം അവിടെ നോക്കി നിന്ന് പിന്നെ അവരെ ഐസ്ക്രീമിൻ്റെ ഏരിയയിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഐസ്ക്രീം എല്ലാം വാങ്ങി തിന്നലാന്ന്. ൂക്കിയിട്ട് കരയുമാറ്റം ചെയ്തിട്ടുണ്ടെ നല്ല കിട്ടും കേട്ടോ. പിടിച്ചോ, നല്ലോണം പിടിച്ചിരുന്നോ. നമ്മളെ കൂത്തുറമ്പ് ടൗണാണ് ഈ കാണുന്നത്. പൊങ്ങുമ്പോ എന്റെ മൊബൈലും കൂടെ പോകാമോ. അങ്ങനെ ഒരു കാത്തിരുന്ന ആകാശത്തൊട്ടിലിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം കയറുന്നില്ല എന്ന് വിചാരിച്ചു, എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. പിന്നെ അവർക്ക് രണ്ടാൾക്കും പേടി തന്നെയാണ്. പക്ഷേങ്കിൽ ഇതിൽ ഞാൻ കയറും എന്തായാലും അവർ ഉറച്ച് തീരുമാനിച്ചിട്ടാണ് നിന്നതാണ്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ അമ്പാടിക്ക് എന്തോ ഒരു കുറച്ചൊന്ന് പൊങ്ങുമ്പോഴേക്ക് എന്തോ ഒരു തലകറങ്ങുന്ന പോലെയെല്ലാം തോന്നിയിട്ട് അപ്പാടെ കണ്ണടച്ച് നിന്ന്. ദൈവോ ഇടത്തോടും വലത്തോടെല്ലാം നോക്കിയേ. പക്ഷേങ്കിൽ പെട്ടെന്ന് നോക്ക് താഴോട്ട് വരുമ്പോൾ എന്തോ ഒരു തലകറങ്ങും പോലെ ആയിട്ട് കുറച്ച് നേരം ഒരു കരയും പോലെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് തമാശക്ക് ആക്കുന്നതാണ്, നോക്കും തമാശക്കല്ലേനും സീരിയസ് ചെയ്യുന്നു. പിന്നെ ഞാൻ കുറച്ചൊരു സ്ട്രിക്റ്റായിട്ട് പറഞ്ഞുകൊണ്ട് പിന്നെ അധികം കരയാണ്ട് നിന്ന്. അപ്പോൾ ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യം കൈവിടരുത് കൂത്തുപറമ്പ് ടൗണായത്. താഴോട്ട് വന്നേ വല്ല
പൊട്ടി വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. അപ്പുറത്തെങ്ങാനും ഞാൻ ഇതിന്റെ അകത്ത് കയറൂല ദേവൂട്ടി പറയുന്ന. ഞാൻ വെച്ച് ഇവളാദ്യം തമാശ പറയുന്നേ, പിന്നെ നോക്കൊണ്ട് പറയുന്നു ഞാനിനി വേലയിൽ ഇതിന്റെ അകത്ത് കയറൂല. നേരായിട്ട് പിടിവിട്ടിട്ടുണ്ടെങ്കിൽ പണി കിട്ടും കേട്ടാ. അപ്പൊ നമ്മള് ദേവു പറ അമ്പാടി ബൈക്ക് കാർണിവലെല്ലാം കഴിഞ്ഞ് പോന്നാന്നത്. അതെ, കാർണിവെല്ലാം കഴിഞ്ഞ് പോകുന്ന ഓരോന്നൊന്നര അമ്പാടി. അപ്പോൾ കാർണിവലെല്ലാം കഴിഞ്ഞ് നമ്മൾ മടങ്ങി കേട്ടാ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ നമ്മളൊന്ന് പുറത്ത് കുട്ടികളെയും കൂട്ടിയൊന്ന് പുറത്തിറങ്ങിയതും എല്ലായിട്ടൊരു ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.